സോ ഇനി കുറച്ച് വ്ളോഗാകും. ഞാൻ കുറച്ച് നാളായിട്ട് വ്ളോഗ് ചെയ്യണം ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ബട്ട് ഇടയ്ക്ക് ഭയങ്കര മടിയായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. സോ ഇപ്പം സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഐ എം ജസ്റ്റ് ഗോണ ഹിറ്റ് മൈ ജിം. ഞാൻ രാവിലെ എണീറ്റ ഫസ്റ്റ് തിങ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്നതാണ്. ആൻഡ് അതെൻ്റെ മൈൻഡ് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഡേ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് മടിയും കുറഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഫസ്റ്റ് തിങ് ജിം ഹിറ്റ് ചെയ്യുന്നത്. സോ വി ഗെറ്റ് ടു ദ ജിം ആൻഡ് ഡു ദ വർക്കൗട്ട് ഫസ്റ്റ്. സോ ഇന്നലെ നല്ല മഴയായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ്. ഇതാണ് എൻ്റെ ജിമ്മ്, ഈ ടോപ്പ് ഫ്ലോറിലുള്ളത്. എൻ്റെ വീട്ടിൽ നിന്നൊരു 200 മീറ്റേഴ്സ് ഉണ്ട്. സോ റോഡിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് കാണും. നോറ VRS പുള്ളിക്കുണ്ടായിരുന്നു പറഞ്ഞു. വ്ളോഗിങ് ആണോ? ചെറിയ വ്ളോഗ്. സോ ഇന്ന് നമ്മൾ ലെഗാണ് ഹിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ലെഗ് അടിച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ മടി പിടിച്ചിരിക്കില്ല. സാറിന് ഞാൻ ശനിയാഴ്ച അടിക്കാൻ വേണ്ടി മാറ്റി വെക്കുമായിരുന്നു. പക്ഷേ ശനിയാഴ്ച അടിക്കാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ആകുമ്പോഴത്തേനും മടി പിടിക്കും. ഇന്നിനി ലെഗ് അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെഗ് ഇനി സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ ലെഗ് ഇന്ന് കുറച്ച് സൈസാക്കി എടുക്കാറുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഹിറ്റ് ലെഗ് ഫസ്റ്റ്. ആദ്യം സ്ക്വാട്ട്സാണ് അടിക്കുന്നത്. ഇപ്പം 5 കിലോ ഓൾറെഡി ലോഡ് ചെയ്ത് ആരാണ്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്കൊരു 10 കൂടെ ആഡ് ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 15 രണ്ട് സൈഡിലുണ്ട്. ആൻഡ് ബാറിൻ്റെ വെയിറ്റ് ഒരു 20 കിലോ. നമുക്കൊരു 15 കൂടെ ആഡ് ചെയ്യാം. സോ 30 ഓൺ വൺ സൈഡ്, രണ്ടും കൂടെ 60 പ്ലസ് ബാറിൻ്റെ വെയിറ്റ് കൂടെ ചേർത്തിട്ട് 80 കിലോ. സോ ലെറ്റ്സ് ഹിറ്റ് ദാറ്റ്. സോ ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ്സൊക്കെ ജിമ്മിനകത്ത് വന്ന് എടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ക്രേസി. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഷൈ ആണ്. ആൻഡ് അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ വ്ളോഗ്സ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ പബ്ലിക്കലി എടുത്തെടുത്ത് വേണം മാറ്റാൻ. അതുകൊണ്ട് അറിയില്ല. ബട്ട് ഇപ്പം എന്നാ വന്നാലും ജിമ്മിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കംഫർട്ടബിളാണ്. 8 ആയതേ ഉള്ളൂ, പക്ഷേ ജിമ്മൊക്കെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സോ എൻ്റെ പേഴ്സണൽ ജിം പോലെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ലെഗ് അടിച്ചിരിക്കുകയാണ്. ഇനി എക്സ്റ്റൻഷനും കേൾസും, അതാണ് ഇന്നത്തെ ലെഗ് വർക്കൗട്ട്. സോ നോർമലി സാറ്റർഡേ ആണ് ഞാൻ ലെഗ് വർക്കൗട്ട് ചെയ്യാറ്. പക്ഷേ ആ സമയമാകുമ്പോഴത്തേനും മടി പിടിക്കും. പിന്നെ സാറ്റർഡേ വേറെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകും. സോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൺഡേ മോർണിംഗിലേക്ക് ലെഗ് വർക്കൗട്ട് ആക്കിയത്. സോ ബാക്കി വർക്കൗട്ട് ചെയ്യാം. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകാം. അപ്പം ഓക്കെ, ബൈ.
ഇന്ന് നോക്കട്ടെ, ഇന്ന് എഡിറ്റ് ചെയ്യണം. സോ ജിമ്മിൽ നിന്ന് തിരിച്ചു വരുന്നു. ഇനി റൂം വന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതുണ്ട്, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയൊരു ലാമ്പാണ്, ഹാൻഡ് മെയ്ഡാണ്. ബൾബ് മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ബാക്കിയെല്ലാം ഹാൻഡ് മെയ്ഡാണ്. റൂമിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. ഞാൻ ആക്ച്വലി അപ്പുറത്തൊരു വെബ് ക്യാം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആകുമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് ഇതിന് ഇച്ചിരി വെട്ടക്കൂടുണ്ട്, ഇതിന് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കണം, അല്ലെങ്കിൽ വേറെ ബൾബ് വാങ്ങിച്ചിടണം. സോ ഒരു പ്ലാന്റ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് റൂം. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറച്ച് അലമ്പാണ്, കുറച്ചൊന്ന് ഓർഡർ ആക്കാനുണ്ട്, ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ദ റൂം. ഇനി അധികം പരിപാടിയൊന്നുമില്ല. രാവിലെ വൈകുന്നേരം മാത്രമേ ട്രേഡ് ഉള്ളൂ. അന്നേരം വൈകുന്നേരത്തെ ട്രേഡ് എടുത്തതിന് ശേഷം ഞാനത് അതിൻ്റെ റീക്യാപ്പ് സഹിതം ഇട്ടേക്കാം, വീഡിയോയുടെ എൻഡിൽ കാണും. സോ വാച്ച് ടിൽ ദ എൻഡ്. ഓക്കെ, എങ്ങനെ ട്രേഡ്, എന്താണ് ആ ട്രേഡ് ഐഡിയ, അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിർബന്ധമായിട്ട് ഒരു ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ടല്ല, ബട്ട് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ട്രേഡ് എടുത്തു, മെത്തേഡ്സ് വിൻ ഓർ ലോസ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ വീഡിയോക്കകത്ത് ആഡ് ചെയ്ത് വെച്ചേക്കാം. ആൻഡ് രാവിലെ ട്രേഡ് എടുക്കാൻ ചാൻസ് കുറവാണ് ലണ്ടൻ സെഷനിൽ. ഞാൻ നോർമലി വൈകുന്നേരമാണ് എടുക്കുന്നത്. വൈകുന്നേരം ഞാൻ ഒരു 5:30 തൊട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഒരു വീഡിയോ സീരീസ് ചെയ്യാൻ പ്ലാനുണ്ട്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഞാൻ എങ്ങനെ കുറച്ച് നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തു എന്നതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ സീരീസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഇന്ന് ചെയ്യണം. ആൻഡ് സൂൺ, ഈ അടുത്ത ഉടനെ തന്നെ ഞാനത് റിലീസ് ചെയ്യുമായിരിക്കും. ഓരോന്നോരോന്നിട്ട് നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകാം. സോ റിവെഞ്ച് ട്രേഡിങ്, ഓവർ ട്രേഡിങ്, അങ്ങനത്തെ കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ എല്ലാവർക്കും, ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും വരുന്നത്. ഞാൻ ആക്ച്വലി അത് കുറേ അധികം കൺട്രോളിൽ വെച്ചിട്ടുണ്ട്. സോ ഞാൻ എങ്ങനെ അത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ആൻഡ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്ത് പോകാം എന്നോർത്തിട്ടാണ് അതിന് ബേസ് ചെയ്തിട്ടൊരു വീഡിയോ സീരീസ് പ്ലാൻ ചെയ്യുന്നത്. സോ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ചധികം വീഡിയോസ് പുഷ് ചെയ്യുക, കുറച്ച് വ്ളോഗ്സ് ഇടുക. എല്ലാ ദിവസവും വ്ളോഗൊന്നും ചെയ്യുന്നില്ല, കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരു 2 വ്ളോഗ് ചെയ്യാം എന്നൊരു പ്ലാനുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം, എനിക്കൊരു 3 അക്കൗണ്ട് ഉണ്ട്. ഇതെങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ വ്ളോഗിനകത്ത് ഡിസ്കസ് ചെയ്യാം. 5Kയുടെ ഒരു അക്കൗണ്ട്, 10Kയുടെ ഒരു അക്കൗണ്ട്, 50Kയുടെ ഒരു അക്കൗണ്ട്. 50Kയും 10Kയും ഞാൻ ഒന്നിച്ചായിരിക്കും ട്രേഡ് എടുക്കാൻ നോക്കുന്നത്, വൈകുന്നേരം ഒരു 5:30ക്ക് ശേഷം. 5Kയുടെ അക്കൗണ്ട് ഞാൻ അതിന് മുന്നേ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഒരു ട്രേഡ് ഒരു ദിവസം എന്നുള്ള രീതിയിൽ കയറ്റാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം. ആ അക്കൗണ്ട് ഞാൻ 5Kയുടെ അക്കൗണ്ട് ഞാൻ ആക്ച്വലി ഒരു ബാക്ക് ടു ഇക്വിറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് ബാക്ക് ടു സ്റ്റാർട്ടിങ് ബാലൻസ്. ഞാനത് ശരിക്കും ഡ്രോ ഡൗണിൽ പോയി ഒരു $25 അല്ലെങ്കിൽ ഒരു $30 or $25 കൂടെ പോയിരുന്നു ഈ അക്കൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. ബട്ട് സ്റ്റിൽ ഞാനത് തിരിച്ച് ഡ്രോ ഡൗണിൽ നിന്ന് വലിച്ച് മണ്ട കയറ്റി. ആൻഡ് സ്റ്റാർട്ടിങ് ബാലൻസിൽ എത്തിയതിന് ശേഷം വീണ്ടും കഴിഞ്ഞ വീക്ക് ബാഡ്ലി പെർഫോം ചെയ്ത് അത് വീണ്ടും ഡ്രോ ഡൗണിൽ പോയി. ആൻഡ് ഒരു $100 ഉണ്ടാക്കിയാൽ മതി, തിരിച്ച് കയറും. $130 ആണെന്ന് തോന്നുന്നു പ്രിസൈസ് ആയിട്ട് പറയാനാണെങ്കിൽ. സോ $130 ഉണ്ടാക്കിയാൽ തിരിച്ച് നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ് ബാലൻസ് വരും. പിന്നെ ഒരു $300 ഉണ്ടാക്കിയാൽ മതി. സോ ഐ എം കോൺഫിഡൻറ്റ് ഇൻ മൈ സെറ്റപ്പ്. ആൻഡ് ആ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ബി ടേക്കിംഗ് ട്രേഡ്സ്. ആൻഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ $30 ആയിരിക്കും റിസ്ക് ചെയ്യുന്നത് പെർ ട്രേഡ്. അത് ഡ്രോ ഡൗണിൻ്റെ 10%. അതാണ് ഇപ്പോൾ പ്ലാൻ. സോ 5Kയും 10Kയും 50Kയും എടുക്കുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ സീരീസിൽ കാണുന്നത്. എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യാൻ ടാസ്ക് ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്ത് അതൊരു കണ്ടിന്യൂസ് അപ്ഡേറ്റ് തരാമായിരുന്നു. സോ ഞാൻ ഇപ്പോൾ ആക്ച്വലി വായിച്ചിരിക്കുന്ന ഒരു ബുക്കാണിത്. ഞാൻ കുറച്ചധികം ബുക്ക്സ് വായിക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാൻ കുറേ സമയം ചുമ്മാ സ്പെൻഡ് ചെയ്യാറുണ്ട് ഡൂം സ്ക്രോൾ ചെയ്ത്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് വായിക്കുക, പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ മൂവീസൊക്കെ കണ്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ കുറച്ച് പോഡ്കാസ്റ്റ്, വാല്യുബിൾ ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ഞാൻ ഇരുന്ന് കാണും. സോ അതുകൊണ്ട് തന്നെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ ചുമ്മാ ഡൂം സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ പോകുന്ന അറിയില്ല. പിന്നീട് അങ്ങോട്ട് റിഗ്രറ്റ് അടിക്കും, ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് വരും എനിക്കിടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഐ മീൻ പോസ്റ്റ് ചെയ്യുന്നതല്ല, വീഡിയോ കാണുന്നതും കൺസ്യൂം ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് വ്ളോഗ് ചെയ്യാം, പിന്നെ കുറച്ചധികം വീഡിയോ സീരീസ് ചെയ്യാമെന്ന് ഓർത്തിട്ടിരിക്കുന്നത്. ആൻഡ്
ഇന്നിനി ആദ്യം റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഓർഡറിലാക്കുക. ഇത് ഓൾമോസ്റ്റ് ക്ലീനാണ്. കഴിഞ്ഞിടയ്ക്കായിരുന്നു ക്ലീൻ ചെയ്തത്. സോ യാ 2026 ആൻഡ് ഇറ്റ്സ് ബീൻ 2 months. എവിടെയും എത്തിയിട്ടില്ല എന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നും. ആൻഡ് പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ധൃതി വെക്കാനും പറ്റില്ല. മറ്റുള്ളവരൊക്കെ ധൃതി വെച്ച് അല്ലെങ്കിൽ ലോട്ട് കൂട്ടി റിസ്ക് കൂട്ടിയൊക്കെ ട്രേഡ് ചെയ്ത് പാസ്സാക്കുന്നവരുണ്ട്. ഐ ക്യാൻ സീ എ ലോട്ട് ഓഫ് വീഡിയോസ്. ഈവൻ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കാണുമ്പോഴത്തേനും എനിക്കും ഒരു ശകലം വിഷമം വരും. ഞാനിവിടെ എത്തുന്നില്ലോ എന്നുള്ളൊരു വിഷമം. പക്ഷേ ഞാൻ പലരോട് ചോദിക്കും, ഷുഡ് ഐ ബി അപ്ലൈയിങ് ദ സെയിം മെത്തേഡ്സ്? എല്ലാവരുടെയും ജേർണി ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് എനിക്കത് വർക്കൗട്ട് ആവണമെന്നില്ല. അങ്ങനെ പോയി ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് വെറുതെ അക്കൗണ്ട് ബ്ലോ ചെയ്ത് കളയുക, വീണ്ടും പോയി വീണ്ടും പൈസ കൊടുത്ത് ഒരു അക്കൗണ്ട് വാങ്ങിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ച് സമാധാനപ്പെടുത്താറാണ് പതിവ്. സോ 3 അക്കൗണ്ട്സ് ഉണ്ട്. അത് 3 പാസ്സാക്കി എടുക്കണമെന്ന് തന്നെയാണ് ഞാനും ശ്രമിച്ചിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ ഫസ്റ്റ് ഫേസ് ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. ലൈക്ക് അതെനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും നാളും വെയിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഫേസ് ഞാൻ ആദ്യമായിട്ട് ക്ലിയർ ചെയ്യുന്ന അവിടെയായിരുന്നു. ആൻഡ് സെക്കൻഡ് ഫേസ് ഞാൻ കംപ്ലീറ്റ്ലി ഡ്രോ ഡൗണിൽ പോയി അതൊന്ന് വലിച്ച് മണ്ടേ കയറ്റി. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഡു ഇറ്റ്. എൻ്റെ കേസിൽ എനിക്ക് ധൃതി വെച്ച് ചെയ്താൽ വർക്കൗട്ട് ആകത്തില്ല. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാനാണെങ്കിൽ എനിക്കത് വർക്കൗട്ട് ആകത്തില്ല. റീസെൻ്റ് എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് പ്രീവിയസ് വീഡിയോയുടെ കമൻറ്റായിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയാൽ 5 വർഷം എടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് ഫൈൻ ഫോർ മീ. എനിക്ക് 5 വർഷം എടുത്താലും കുഴപ്പമില്ല. ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ച് ചെയ്താൽ മതി. എനിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, അല്ലാതെ ക്വിക്ക് റിസൾട്ട്സ് അല്ല. അതാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാനതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്, എൻ്റെ ജേർണി വെച്ചിട്ട് ഷെയർ ചെയ്ത് തരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ ആബ്സല്യൂട്ട്ലി റോങ്. എനിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് എടുക്കാൻ പറ്റണം. അതാണ് ഈ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന മിക്കവരും പറയുന്ന കേസ് തന്നെയാണ്. കൺസിസ്റ്റൻസി ഫോക്കസ് ചെയ്യുക, നോട്ട് ദ ക്വിക്ക് വിൻസ്. സോ ഞാനൊരു അക്കൗണ്ട് എടുത്ത് പാസ്സായി അതിനുശേഷം പോയിട്ട് കുളമാക്കി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊരു റൂൾസോ അല്ലെങ്കിൽ സിസ്റ്റം ഇല്ലാത്ത ട്രേഡ്സ് എടുത്ത് റിസ്ക് മാനേജ് ചെയ്ത ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ പേ ഔട്ടും എടുക്കത്തില്ല, ആ അക്കൗണ്ട് ബ്ലോ ചെയ്യുകയും ചെയ്യും. അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ ഹാവ് ബീൻ ഡെവലപ്പിംഗ് ദാറ്റ് ഫോർ ദ പാസ്റ്റ് 2 years. ഞാൻ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കൊരു മെൻറ്ററൊന്നും ഇല്ലായിരുന്നു. ഐ ജസ്റ്റ് ലേൺ ഇറ്റ് ഫ്രം ICT ഡയറക്ട്ലി ഫ്രം യൂട്യൂബ്. യൂട്യൂബിൽ നിന്ന് കിട്ടിയതും പിന്നെ എനിക്ക് ഉണ്ടാക്കിയെടുത്ത മാർക്കറ്റ് എക്സ്പീരിയൻസ്, ഞാൻ മാർക്കറ്റിൽ ഒരു പേർ മാത്രം ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത എക്സ്പീരിയൻസും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഫാൻസി മോഡലോ അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പേര് പറഞ്ഞു പഠിക്കുന്നില്ല. എല്ലാം ICTയുടെ മോഡൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എനിക്കെന്ത് വർക്കൗട്ട് ആവും എന്നുള്ളത് മാത്രം ഞാൻ ഫിഗർ ഔട്ട് ചെയ്തു ഈ ഒരു ഓവർ ദ കോഴ്സ് ഓഫ് 2 years എന്നുള്ളതാണ് എൻ്റെ ഒരു സിസ്റ്റം എന്നുദ്ദേശിക്കുന്നത്. സോ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ സക്സസ്ഫുൾ ആകും, അല്ലെങ്കിൽ ഞാൻ ഇത്തന്നെ പൈസ ഉണ്ടാക്കും, റിട്ടേൺസ് ഉണ്ടാക്കും എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. ഈ വർഷത്തിനുള്ളിൽ ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഐ വിൽ കീപ് ട്രൈയിങ് ഫോർ ദാറ്റ്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു ഓൾ ഫോർ ബീയിങ് ഹിയർ. എൻ്റെ ഈ ചാനലിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ജേർണിയിൽ വിശ്വസിക്കാൻ കുറച്ച് പേരുണ്ടെന്ന് അറിയുന്നതിന് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്സ്. ആൻഡ് ഐ വാണ്ട് ടു താങ്ക് യു ഓൾ ഫോർ ദാറ്റ്. സോ ഇന്ന് അടുത്ത ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ ട്രേഡ്സ് എടുക്കും. ആൻഡ് വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. ആൻഡ് ആ സിസ്റ്റം ഫോളോ ചെയ്ത് തന്നെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ചില സാഹചര്യങ്ങളിൽ വി ഫോൾ ഫോർ ദ ട്രാപ്പ് ആൻഡ് ചില സമയത്ത് സിസ്റ്റമൊക്കെ ബ്രേക്ക് ചെയ്യും. മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ബേസ് ചെയ്ത് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പഠിക്കുക, അത് ഫോളോ ചെയ്ത് മാത്രം ട്രേഡ്സ് എടുക്കുക എന്നുള്ളതാണ്. അത് മാക്സിമം അങ്ങോട്ട് ട്രൈ ഔട്ട് ചെയ്യുക. ആൻഡ് വേറെ പ്രോബിലിറ്റി കാരണം ഒരു ലൂസിങ് ട്രേഡിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ 1-2 ട്രേഡ് പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് മാർക്കറ്റിനകത്ത് ലോസസ് ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സിസ്റ്റം ഫോളോ ചെയ്തോ, നിങ്ങൾ ഇമോഷണലി മച്യൂർ ആയിരുന്നോ എന്ന് മാത്രം ചിന്തിക്കുക. ഇഫ് ബോത്ത് ഓഫ് ദീസ് ആർ റൈറ്റ്, നിങ്ങളത് ഫോളോ ചെയ്തിട്ടാണ് പോയെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ റെസ്റ്റ്. എവറിത്തിങ് വിൽ ബി ഫൈൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ലെറ്റ്സ് കീപ് മൂവിങ് ഫോർവേഡ്. ആൻഡ് നല്ല ട്രേഡ്സ് എടുക്കുക, സിസ്റ്റം ഫോളോ ചെയ്ത് ട്രേഡ്സ് എടുത്ത് വെച്ചിരിക്കുക. ആൻഡ് വി വിൽ ബി സക്സസ്ഫുൾ വൺ ഡേ. സോ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നൊരു ബുക്കാണിത്. ഞാൻ പറഞ്ഞു വാങ്ങിപ്പിച്ചതാണ് ആക്ച്വലി. സോ അവൻ പുറത്തുനിന്ന് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ്. ഞാനൊരു പോഡ്കാസ്റ്റ് കണ്ടപ്പം അതിനകത്ത് ഈ ബുക്കിനെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു. ഓസ് പേൾമാൻ എന്ന് പറയുന്നൊരു മെൻ്റലിസ്റ്റ് ഉണ്ട്. സോ പുള്ളിയുടെ ബുക്കാണ്. ആൻഡ് ഡയറി ഓഫ് എ CEO എന്ന് പറഞ്ഞിട്ട് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്
പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കണ്ടുവെച്ചിരുന്നപ്പോൾ അതിനകത്ത് പുള്ളി ഗസ്റ്റ് ആയിട്ട് വന്നപ്പം കണ്ടതാണ്. ആൻഡ് അന്നേരം ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ US നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നപ്പം അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ആൻഡ് ഐ സ്റ്റാർട്ട് റീഡിങ് ഇറ്റ്. പക്ഷേ ഞാൻ അത്രത്തോളം ഹാപ്പി അല്ല, ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഉദ്ദേശിച്ച ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്ക് ആയിരുന്നില്ല. ഇത് കുറച്ചുകൂടെ ഒരു ഒരു ഡോക്യുമെൻ്ററി പോലെ, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ബയോഗ്രഫിയൊക്കെ പോലെ ഒരു സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. കുറച്ച് മോട്ടിവേഷൻസ് ഉണ്ട്, ബട്ട് ഡസൻറ്റ് ഫുൾഫിൽ ദാറ്റ്. എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നു ഇന്ന രീതിയിലൊരു ബുക്ക് ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞത്. ബട്ട് അത് അത്രത്തോളം വന്നില്ല. ബട്ട് കുഴപ്പമില്ല. ഇപ്പം കുറച്ച് പേജ് കൊണ്ടേ ഉള്ളൂ. അത് വായിച്ച് ചേർത്തിട്ട് ഐ ഹാവ് ടു ബി സ്വിച്ചിങ് ടു സം അതർ ബുക്സ്. ഞാൻ ജോർഡൻ പീറ്റേഴ്സിൻ്റെ 12 Rules of Life എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. സോ ഐ ബി റീഡിങ് ദാറ്റ് നെക്സ്റ്റ്. അല്ലെങ്കിൽ റോബർട്ട് ഗ്രീൻ്റെ ദ ലോ ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. സം ബുക്സ് ആർ റിയലി ഗുഡ്. അതിൻ്റെ എഴുത്ത് ഭയങ്കര രസമാണ്. എനിക്ക് എസ്പെഷ്യലി റോബർട്ട് ഗ്രീൻ്റെ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഒരുപാട് സ്റ്റോറീസ് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ടു റീഡ് ദോസ് ബുക്സ്. കുറച്ച് നോളജ് കിട്ടും. ഹ്യൂമൻ ബിഹേവിയേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ 5:30 ആയിട്ടുണ്ട്. മാർക്കറ്റിൽ കയറാൻ സമയമായി. ഞാൻ 5:30 തൊട്ടാണ് ആക്ച്വലി മാർക്കറ്റിൽ ഇരിക്കാറ്. 5:30 ഇവിടുത്തെ 5:30 എന്ന് പറയുമ്പം ന്യൂയോർക്കിൽ 7 മണിയാണ്, 7 AM. സോ AM സെഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 7 to 11 ആണ് ട്രേഡ് ചെയ്യാറ്. അതിനുശേഷം PM സെഷൻ എടുക്കാറില്ല. ആൻഡ് ഇൻഡിസസ് ഇപ്പം ഞാൻ വാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പം ഞാൻ ട്രേഡ് എടുക്കും. ട്രേഡ് എടുക്കുവാണെങ്കിലും എൻ്റെ 10K അക്കൗണ്ടിനകത്ത് CFD-ക്കകത്തായിരിക്കും ട്രേഡ് എടുക്കുന്നത്. ഫ്യൂച്ചേഴ്സിനകത്ത് എടുക്കില്ല. ഫ്യൂച്ചേഴ്സിനകത്ത് കുറച്ചുകൂടെ പഠിച്ചിട്ട് മാത്രമേ ഞാൻ അതിനകത്തോട്ട് ഇൻഡിസസ് ട്രേഡ് ചെയ്യാൻ പോകാൻ പ്ലാനുള്ളൂ. ആൻഡ് ഗോൾഡ് തന്നെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്ന മോസ്റ്റ്ലി. ആൻഡ് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കും. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്തേക്കാം, സോ ദാറ്റ് യു ഗൈസ് ക്യാൻ സീ വാട്ട് മൈ ട്രേഡ് ഐഡിയ വാസ്. എന്തിനാ ട്രേഡ് എടുത്തു, എന്തുകൊണ്ട് അത് വിൻ അല്ലെങ്കിൽ ലോസ് ആയി എന്നുള്ളതൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. വ്ലോഗിനകത്ത് എനിക്ക് 2 അടിപൊളി ട്രേഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് എൻട്രി തരാതെ പ്രൈസ് ആക്ച്വലി മൂവ് ചെയ്തു. ഞാൻ ലിമിറ്റ് ഓർഡറാണ് 2 വിട്ടത്. സോ ഇവിടെ ലിമിറ്റ് ഇട്ടു, ഇവിടെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് 2 ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് ലിമിറ്റ് ഇട്ടു. പക്ഷേ എനിക്ക് എൻട്രി തന്നില്ല. നല്ല ബ്യൂട്ടി മൂവ്, ഒരു ഒട്ടും തന്നെ ഡ്രോ ഡൗൺ ഇല്ലാത്തൊരു 2 മൂവാണ് നടന്നത്. ആൻഡ് ഐ കുഡന്റ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. എനിക്ക് സാധാരണ ഒരു 1-2 ട്രേഡൊക്കെ മിസ്സായി കഴിഞ്ഞ് ഞാൻ പോയി എടുക്കുന്ന എൻട്രീസ് എല്ലാം തന്നെ എനിക്ക് കുളമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിനി ഫോഴ്സ് ചെയ്തൊരു ട്രേഡ് എടുക്കുന്നില്ല. ഞാനൊരു സെറ്റപ്പ് നോക്കുന്നില്ല. ഇൻ കേസ് എനിത്തിങ് ഷോസ് അപ്പ് ഐ ഡോണ്ട് വോണ്ട് ഇറ്റ്. കാരണം ഞാൻ എപ്പോഴൊക്കെ മിസ്ഡ് ട്രേഡ്സ് കാരണം പോയി അടുത്തൊരു ട്രേഡിനകത്ത് കയറിയിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ലോസ് ആയിരുന്നു. സോ എന്തിനാ വെറുതെ അങ്ങനെ ഒരു ശീലമുള്ളപ്പം പോയി കയറുന്നേ എന്നോർത്തു. ആൻഡ് 2 ബ്യൂട്ടിഫുൾ എൻട്രീസ് ആയിരുന്നു. ആൻഡ് ഞാൻ അതിൻ്റെ റീക്യാപ്പ് എന്നാ വന്നാലും ഈ വീഡിയോയുടെ എൻഡിലിടാം. ബിക്കോസ് ഇറ്റ് വാസ് വർത്ത് ഷോയിങ് യു ഗൈസ് വൈ ഐ വാസ് പ്ലാനിങ് ദ ട്രേഡ്. ഈവൻ ദോ എനിക്ക് എൻട്രി കിട്ടിയില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് അത് പ്ലാൻ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ ദാറ്റ് യു ഗൈസ് ഓൾസോ ക്യാൻ സീ വാട്ട് ഇറ്റ് വാസ്. പിന്നെ ഞാൻ SPXനകത്ത് ആക്ച്വലി ഒരു ട്രേഡ് പ്ലോട്ട് ചെയ്തിരുന്നു. ആൻഡ് ഞാൻ അതിനകത്ത് ട്രേഡ്സ് എടുക്കാറില്ല. ബിക്കോസ് പഠിക്കുന്നേ ഉള്ളൂ. പഠിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ കൊണ്ട് റിസ്ക് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് അതിനകത്ത് ട്രേഡ്സ് എടുക്കാറില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ് വാസ് ഓൾസോ എ വിന്നിങ് ട്രേഡ്. അത് ഞാൻ നോക്കട്ടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോ എനിവേസ് ഐ എം ജസ്റ്റ് സ്റ്റോപ്പിങ് ഇറ്റ് ഫോർ ടുഡേ. ഞാൻ നല്ല 2 ട്രേഡ്സ് നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രേഡെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ ഓർത്തിരിക്കുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എനിക്ക് എൻട്രി തരാതെ മാർക്കറ്റ് റൺ ചെയ്തു 2 ട്രേഡിനകത്തും. ആൻഡ് ഐ എം നോട്ട് ഫോഴ്സിങ് എനി മോർ. സോ ലെറ്റ്സ് വൈൻഡ് ഇറ്റ് അപ്പ് ലൈക്ക് ദിസ്. ഞാൻ അതിൻ്റെ റീക്യാപ്പ് ഞാൻ വീഡിയോയുടെ എൻഡിനകത്ത് ആഡ് ചെയ്യാം, സോ ദാറ്റ് യു ഗൈസ് ക്യാൻ സീ വാട്ട് ദ ട്രേഡ് ഐഡിയ വാസ്. സോ 50K അക്കൗണ്ടാണ് ഇത്. ഫ്യൂച്ചേഴ്സ് ട്രേഡുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ആക്ച്വലി ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് സോർട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എൻട്രി കിട്ടിയില്ല. ഇതായിരുന്നു ഫസ്റ്റ് ട്രേഡ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം. ഇതായിരുന്നു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ടാണ് ഞാൻ ട്രേഡ് വരച്ച് വെച്ചത്. ഐ മീൻ ലിമിറ്റ് ഇട്ട് വെച്ചത്. ഇതിനകത്തോട്ട് വന്ന എൻട്രി ട്രിഗർ ആകുന്നു, സ്റ്റോപ്പ് ഈ ഹൈയിൽ, ആൻഡ് TP ഈ ലോയിൽ. ഓക്കെ, 1:2 നമുക്കിവിടെ കിട്ടും. 2 മണ്ടയിലുണ്ട്, 1:2. എനിക്ക് ഇത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാം. കോൺസിക്വന്റ് എൻക്രോച്ച്മെൻറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഹാഫിൽ ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് റിജക്റ്റ് ചെയ്തത്. ഇവിടുന്ന് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല എന്നതിനകത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കയറിയില്ല. ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് വെച്ചിട്ട് ഇങ്ങനൊരു 1:2 സംതിങ് കിട്ടും. 2 കിട്ടും.
ഇതായിരുന്നു സെക്കൻഡ് ട്രേഡ്. പക്ഷേ എനിക്കിത് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറിയില്ല. ആൻഡ് അതിന് ശേഷം എൻ്റെ ഓവറോൾ ബയസ് ബുള്ളിഷ് ആയിരുന്നു. നല്ല രീതിയിൽ ഗോൾഡ് ബുള്ളിഷ് ആയിരുന്നുകൊണ്ട് ഞാൻ ബുള്ളിഷ് സെറ്റപ്പാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതെൻ്റെ റീട്രേസ്മെൻ്റ് ആണ്. സോ 7 മണിക്ക് ശേഷം ഇവിടെയാണ് 7 ഇതാണ് ഇവിടെ തൊട്ടാണ് ന്യൂയോർക്ക് ഓപ്പൺ ആയിരിക്കുന്നത്. ന്യൂയോർക്കിൻ്റെ കിൽസോൺ ഓപ്പൺ ആയിരിക്കുന്നത് ഇവിടെ തൊട്ടാണ്. സോ ഞാൻ ഈ ഒരു സമയം തൊട്ടാണ് വാച്ച് ചെയ്യുന്നത്. സോ ഇവിടുന്ന് മണ്ടേയിലേക്ക് ഒരു മൂവ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ബയസ് ഇല്ലായിരുന്നു മണ്ടേയിലേക്ക് അന്നേരം പുഷ് ചെയ്യുന്നുള്ളത്. കാരണം ഈ ലണ്ടൻ ലോ തൊട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് വരാതെയാണ് മേളിലേക്ക് പോയത്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ ഡിസ്കൗണ്ട് വന്നിട്ടില്ല, പ്രീമിയത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷം പ്രൈസ് ഒന്നുകൂടെ ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് കയറിപ്പോയി, അവിടെയും പ്രീമിയത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഡിസ്കൗണ്ടിലേക്കൊരു മൂവ് നിങ്ങളോട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ പ്രൈസ് ഇവിടുന്ന് ഒരു ചേഞ്ച് സ്റ്റേറ്റ് തന്നു താഴത്തേക്ക് തിരിഞ്ഞപ്പം പ്രൈസ് എങ്ങോട്ടാണ് പോയത്? ഇവിടെ 0.5 വരെ ചെന്നു. അതിനുശേഷം ഒന്നുകൂടെ ഡിപ്പ് ചെയ്തു. അപ്പോൾ പ്രോപ്പർ ഡിസ്കൗണ്ടിനകത്ത് വന്നതിന് ശേഷമാണ് തിരിച്ച് പമ്പ് ചെയ്യുന്നത്. ആൻഡ് മണ്ടേയിലേക്കുള്ള എൻ്റെ ബയസ് അല്ലെങ്കിൽ ബുള്ളിഷ് ബയസ് അവിടെ കുറച്ചുകൂടെ കൺഫർമേഷൻ തരുന്നത് അവിടെയാണ്. പ്രൈസ് ഓൾറെഡി ഡിസ്കൗണ്ടിൽ വന്നു, എന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് പോവാണ്, മേളിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവാണ്. അതുമാത്രമല്ല അപ്പോൾ സിൽവറിനകത്തും അതേ ഒരു മൂവ് നടക്കുന്നുണ്ട്. ഉണ്ടോ, സിൽവർ കുറച്ചുകൂടെ ഡീപ്പ് ഡിസ്കൗണ്ടിനകത്താണ് വന്നത്. ഇവിടെ ഒരു 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെയും കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് ടാപ്പ് ചെയ്തു, എന്നിട്ട് ഫുള്ളി റിജക്റ്റ് ചെയ്തു. നമുക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് റിവേഴ്സൽ, ഒരു വി ഷേപ്പ് റിവേഴ്സൽ അവിടുന്ന് പ്രൈസ് തന്നു. അപ്പം എനിക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ ഉണ്ട് സിൽവറിനകത്ത് അങ്ങനെ ഒരു മൂവ് ഉണ്ടായിരുന്നുണ്ട്. ആൻഡ് ഇവിടെ കയറാൻ ഓർത്തിരുന്നു, പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ടാണ് റിജക്റ്റ് ചെയ്തത്. ആൻഡ് ഇതായിരുന്നു എൻട്രി പ്ലാൻ ചെയ്ത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 3 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇട്ടായിരുന്നു, അതിനകത്ത് പോലും വന്നില്ല. 0 ഡ്രോ ഡൗണിലാണ് പ്രൈസ് കയറിപ്പോയത്. 1:2. ഞാൻ ഈ ഹൈ ആണ് ടാർഗറ്റ് ചെയ്തത്. സോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 1:2 അതിൻ്റെ താഴെയായിട്ട് വരത്തുള്ളൂ. 1:2 സംഭവം. ഈ 2 ട്രേഡാണ് എനിക്ക് മിസ്സായിട്ടായത്. എൻ്റെ മെയിൻ റീസൺ ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട് അനലൈസ് ചെയ്യുക. സോ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഈ ഒരു സ്റ്റോപ്പ് ഇവിടെ വെച്ചാൽ മതി, കാരണം ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. 3 മിനിറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ച് കയറിപ്പോയത്. സോ ഇതിനടി വെച്ചാൽ മതി, താഴെ വരെ വെക്കേണ്ട ആവശ്യമില്ല. എനിവേസ് തന്നില്ല, ട്രേഡ് തന്നില്ല. അതുകൊണ്ട് ധൃതി വെച്ച് ലൈക്ക് പ്രൈസിനെ ചേസ് ചെയ്തിട്ടും കാര്യമില്ല. ഞാനവിടെ മാർക്കറ്റിൽ കയറിയാൽ മതിയായിരുന്നു, മാർക്കറ്റിൽ എൻട്രി എടുക്കേണ്ടായിരുന്നത്. ബട്ട് അവിടെ ഞാൻ ലിമിറ്റ് ഇട്ട് വെച്ചു 2 കാരണം തൊട്ടടുത്തായിരുന്നു ആ ഫെയർ വാല്യൂ ഗ്യാപ്പ്. അവിടെ പ്രൈസ് വരുമെന്ന് ഓർത്തു, ബട്ട് വന്നില്ല, ഒന്നും ചെയ്യാനില്ല. സോ അടുത്ത പ്രാവശ്യം തൊട്ട് മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ നോക്കും, ബിക്കോസ് അവിടെ വന്നാലും സെയിം പ്രൈസാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ മാർക്കറ്റിനകത്ത് എൻട്രി മാക്സിമം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കും. ചില സമയത്ത് റിസ്ക് കൂടുതലാണ് മാർക്കറ്റിൽ എൻട്രി എടുക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് ഇട്ട് വെക്കാറ്. ആൻഡ് ഈ കേസിൽ ഞാൻ കുറച്ചുകൂടെ താഴത്തേക്ക് വന്നാലോ എന്ന് ഓർത്തിട്ട് കുറച്ചുകൂടെ SL കുറച്ചുകൂടെ താഴത്തേക്കായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കയറാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. അപ്പം ലിമിറ്റ് ആണെങ്കിൽ കറക്റ്റ് ഇവിടെ വന്നിട്ട് ഓക്കെയാണ്, റിസ്ക് ഓക്കെ ആണെന്ന് ഓർത്തിട്ടാണ് ഞാൻ ലിമിറ്റ് പ്ലേസ് ചെയ്തത്. ബട്ട് നെവർ കെയിം. സോ എനിവേസ് അത് പിന്നെ മേളിലേക്ക് നല്ല റാലി തന്നു. പിന്നെ അതിന് ശേഷം പ്രൈസിനെ ചേസ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻട്രി ചെയ്തില്ല. ബിക്കോസ് നമുക്ക് ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ അനുസരിച്ച് മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. ആൻഡ് എനിക്ക് 2-3 ട്രേഡ്സ് മിസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ പോയി കയറി കഴിഞ്ഞാൽ വള്ളിയാണ്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ആൻഡ് SPXനകത്ത് ഞാനൊരു ട്രേഡ് പ്ലോട്ട് ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ആ ട്രേഡ്. സോ ഇതും പ്രൈസ് ഇവിടെ നിന്നൊരു SMT ഉണ്ടായിരുന്നു, NQ ആയിട്ട് ഇവിടെ നിന്നൊരു SMT. ആൻഡ് ഇവിടെ ചേഞ്ച് സ്റ്റേറ്റ് തന്നു പ്രോപ്പറായിട്ട്. ഇതായിരുന്നു ലാസ്റ്റ് മൂവ് താഴത്തേക്ക് പോയത്. ഇവിടെ സ്വീപ്പ് ഉണ്ട്. ആൻഡ് നമുക്കിവിടെ ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ചേഞ്ച് സ്റ്റേറ്റ് തന്നു, അവിടുത്തെ എൻട്രി വെച്ചു, താഴെ സ്റ്റോപ്പ് വെച്ചു. ആൻഡ് 1:2 ഈ ഹൈക്ക് മുന്നേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് 1:2 9:30 ഓപ്പൺ ആകുന്നതിന് മുന്നേ കിട്ടി. ഓക്കെ, ഞാൻ ഈ ട്രേഡ് എടുത്തില്ല. ഞാൻ NQ ES ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ SPXൻ്റെ CFD ആണെങ്കിലും ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇത് കയറത്തുള്ളൂ. ആൻഡ് മിക്കവാറും 9:30 ഓപ്പണിന് ശേഷമാണ് എൻട്രി എടുക്കാറ്. അപ്പം ഞാൻ അതും വാച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇതൊക്കെ പ്രീ മാർക്കറ്റാണ്. ബട്ട് 9:30ക്ക് ശേഷം പ്രൈസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഇവിടെ ആക്ച്വലി ഇവിടുന്ന് ഒരു SMT ഉണ്ടായിരുന്നു. ഈ ഹൈ വന്നിട്ട് എടുത്തില്ല, NQ എടുത്തില്ല. ഈ ലണ്ടൻ ഹൈ തിരിഞ്ഞു. ആൻഡ് 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റിൽ നമുക്ക് ഇവിടെ നിന്നൊരു ചേഞ്ചസ് ചെയ്ത് താഴത്തേക്ക് ഉണ്ടായിരുന്നു. സോ സ്ട്രക്ചർ ഓൾറെഡി ബിയറിഷ് ആയിട്ട് മാറിയിരുന്നു. ആൻഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ, കുറച്ചുകൂടെ നോക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ ഇതിനകത്ത് എൻട്രി എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഗോൾഡാണ് ചെയ്യുന്നത്. ഗോൾഡ് പിന്നെയും കുഴപ്പമില്ല. ഇപ്പം നല്ല മൂവ് ഉണ്ടായിരുന്നു ഇന്ന് ആക്ച്വലി. ആൻഡ് ഗോൾഡ് നല്ല ബുള്ളിഷാണ്. ആൻഡ് ഉടനെ വല്ല വാറും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും കയറി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ പക്ഷെ നമ്മൾ 4 hour ഡിസ്കൗണ്ട് വന്നിട്ടില്ല. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് 4 hour.
ഹയർ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ആണ്, ഇതിനകത്ത് വരാതെയാണ് പ്രൈസ് പുഷ് ചെയ്തത്. പക്ഷേ ഈ 1 അവറിൻ്റെ ഈ റേഞ്ച് എടുത്ത് നോക്കിയാൽ, ഈ ലണ്ടൻ ലോ തൊട്ട് ഈ ഹൈ വരെയുള്ള ഈ റേഞ്ച് എടുത്ത് നോക്കിയാൽ ഡിസ്കൗണ്ട് വന്നിട്ടാണ് പ്രൈസ് തിരിച്ച് കയറിപ്പോയി. ഇപ്പോൾ കറൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 4 അവർ ക്യാനിലും 1 അവർ ക്യാനിലാണെങ്കിലും നല്ല സ്ട്രോങ്ലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ വി മൈറ്റ് ഗെറ്റ് എ കണ്ടിന്യൂവേഷൻ. പിന്നെ ചെറിയൊരു റീട്രേസ്മെൻറ്റ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ മൂവ് ചെയ്യുന്നതും. സോ എനിവേസ് ഞാൻ ഇനി ട്രേഡ്സിനകത്ത് എൻ്റർ ചെയ്യുന്നില്ല. ഇറ്റ്സ് ഡൺ ഫോർ മീ ടുഡേ. ചില ദിവസം നമുക്ക് ട്രേഡ്സ് കിട്ടും, ചില ദിവസം കിട്ടില്ല. ഇന്നെനിക്ക് കിട്ടിയില്ല. ഞാൻ ആക്ച്വലി നിങ്ങൾക്കൊരു നല്ല ട്രേഡ് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ വാട്ട് എവർ ദ റിസൾട്ട് ഇറ്റ് ഈസ്, വിൻ ഓർ ലോസ്, നിങ്ങൾക്കൊരു ട്രേഡ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിലായിരുന്നു ഞാൻ ഇന്ന് വന്നത്. ബട്ട് ഇന്ന് ഞാൻ മാർക്കറ്റിൽ കയറിയില്ല, അതുകൊണ്ട് തന്നെ ആ ട്രേഡ് വർക്കൗട്ട് അല്ലെങ്കിൽ കിട്ടിയില്ല. സോ ഇറ്റ്സ് ജസ്റ്റ് അൺഫോർച്ചുനേറ്റ്. വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഒരു വാല്യുബിൾ ലെസൺ ആവട്ടെ. നെവർ ചേസ് പ്രൈസ്. പിന്നെ മിസ്സായി നോർത്ത് പോയിട്ടൊരു എൻട്രിക്കകത്ത് ചുമ്മാ കയറി കൊടുക്കല്. നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനകത്ത് കയറാവുള്ളൂ, അല്ലെങ്കിൽ വള്ളിയായിരിക്കും. യു മൈറ്റ് ലൂസ് മണി. സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഗെറ്റ് എ ട്രേഡ് ദാൻ ടു ലൂസ് മണി സംടൈംസ്. സോ ഈ കേസിനകത്ത് വി ഡിഡ്ന്റ് ലൂസ് എനിത്തിങ്. സോ ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. സോ ഇതാണ് ആ ട്രേഡിൻ്റെ റീക്യാപ്പ്, 2 ട്രേഡ്സിൻ്റെ. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് ഞാൻ എൻട്രി എടുത്തെന്നുള്ളത്. ഇവിടുത്തെ കേസിൽ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയാം. നമ്മൾ പ്രീമിയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് ഡിസ്കൗണ്ടിനകത്തോട്ട് ഒരു എൻട്രി എടുത്തത്. ഇവിടെ നമുക്കൊരു സ്വീപ്പ് പ്ലസ് ഒരു ചേഞ്ചിങ് സൈറ്റ് കൂടെ കിട്ടി, ഒരു ഓർഡർ ബ്ലോക്ക്. ആൻഡ് എൻ്റെ ബയസ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്കൗണ്ടിനകത്തോട്ട് വരിക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് 1:2 എയിം ചെയ്തത്. ആൻഡ് 1:2 ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വി ഗോട്ട് എ ക്ലിയർ ട്രേഡ് ഫ്രം ദർ. അതിനുശേഷം ഇവിടുന്ന് ഡിസ്കൗണ്ടിനകത്തു നിന്ന് പ്രീമിയത്തിനകത്തോട്ട് ലൈക്ക് ആൻഡ് ഇറ്റ് വാസ് വി വർ എയിമിങ് ഫോർ ഏഷ്യൻ ഹൈ. അതുകൊണ്ട് തന്നെ താഴെ നിന്നൊരു ചേഞ്ച് സീറ്റ് ഉണ്ടായപ്പോഴത്തേനും അതിനകത്ത് നിന്ന് എൻട്രി എടുത്തു. ആൻഡ് 3 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്കിൻ്റെ അടി വെച്ചാൽ മതി സ്റ്റോപ്പ്. ആൻഡ് 1:2 ദാറ്റ് ഈസ് ദ ട്രേഡ് ദാറ്റ് we didn't get. So thanks for staying till the end. വ്ളോഗ് മൊത്തം കണ്ടെന്ന് വിചാരിക്കുന്നു. റീക്യാപ്പ് ആൻഡ് മൈ ഹോൾ ഡേ തിങ്. ഞാൻ ഇനിയും കുറച്ച് വീഡിയോസ് ഡ്രോപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. കണ്ടിന്യൂസ് ഡെയിലി വ്ളോഗ്സ് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് എഡിറ്റ് ചെയ്യണം, ഇതെല്ലാം ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ആൻഡ് കൈൻഡ് ഓഫ് എനിക്കത് യൂസ് ടു അല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യണം, കുറച്ച് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി വ്ളോഗ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. സോ ഇൻ ദ ഫ്യൂച്ചർ വീഡിയോസ് വിൽ ബി ഇൻക്ലൂഡിങ് സച്ച് തിങ്സ് ടു. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ റീക്യാപ്പും എൻ്റെ ഹോൾ ഡേയുടെ ജസ്റ്റ് ഒരു പ്രോസസ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, പയ്യെ ഇമ്പ്രൂവ് ചെയ്യാം. ഞാൻ വ്ളോഗ് എടുത്ത് പഠിക്കുന്നുള്ളൂ. സോ ദാറ്റ് forgive my flaws, but still we'll improve as we do in trading. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്ത് വരാം. ആൻഡ് ഞാൻ എൻ്റെ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ക്വാളിറ്റി ഈസ് ലോ. പിന്നീട് നമ്മൾ ക്യാമറ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഫോണിനകത്ത് എടുത്ത് പഠിക്കാം. വെറുതെ വേറെ എക്യുപ്മെൻറ്റ്സ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വ്ളോഗ് ചെയ്യാതിരിക്കേണ്ട എന്ന് ഓർത്തിട്ടാണ് ഐ എം ജസ്റ്റ് ഗിവിങ് ഇറ്റ് എ സ്റ്റാർട്ട്. So thanks for watching till the end. Until the next video, bye.